ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 30-ാം തീയതി. അന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നാണ് വെള്ളിയാഴ്ചയും ത്രയോദശി തിഥിയും കൂടി ചേർന്ന് വരുന്നത്. എല്ലാ മാസവും വരുന്ന ത്രയോദശി തിഥിയിലാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. അതിൽ തന്നെ സന്ധ്യാസമയത്ത് ഏത് ദിവസമാണോ സന്ധ്യാസമയത്ത് ത്രയോദശി തിഥി ഉള്ളത്, ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. അതായത് പ്രദോഷകാല സന്ധ്യയ്ക്കാണ് പ്രാധാന്യം. ഇവിടെ വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് 2026 ജാനുവരി മാസം 30-ാം തീയതി ശുക്ര പ്രദോഷമായി ആചരിക്കുന്നു. എന്താണ് ശുക്ര പ്രദോഷത്തിന്റെ പ്രത്യേകത? ഏതു ദേവന്മാരെയൊക്കെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തൊക്കെയാണ് പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ടത്, എന്തൊക്കെ നൈവേദ്യങ്ങളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്, കഥ എന്താണ്, ഇക്കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പ്രദോഷം മഹേശ്വരന് വേണ്ടിയിട്ടാണ്, മഹേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ടാണ് പ്രദോഷം സാധാരണയായിട്ട് എടുക്കുന്നത്. പ്രദോഷത്തിന്റെ കഥ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പാലാഴി മഥന സമയത്ത് വാസുകി കാളകൂട വിഷം ഛർദ്ദിക്കാൻ പോവുകയും ആ കാളകൂട വിഷം താഴെ വീണു കഴിഞ്ഞാൽ 14 ലോകങ്ങളും നശിക്കും എന്ന് മനസ്സിലാക്കിയ മഹേശ്വരൻ ആ വിഷം തന്റെ തൃക്കൈയിൽ ശേഖരിക്കുകയും അത് സ്വശരീരത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആ വിഷം മഹേശ്വരന്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി. വിഷമാണ് ഭക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ മഹേശ്വരന് ക്ഷീണമുണ്ടാവുകയും അദ്ദേഹം ശ്രീ പാർവതീ ദേവിയുടെ മടിയിൽ തലവെച്ച് അല്പസമയം വിശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് എല്ലാ ദേവന്മാരും മഹർഷിമാരും ഒക്കെ തന്നെ അവിടെ സന്നിഹിതരാവുകയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും ചെയ്തു. കുറെ കാലം കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ ഉണർന്ന് എഴുന്നേൽക്കുന്നു. അദ്ദേഹം ഉണർന്ന് എഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യാകാലത്താണ്. അതുകൊണ്ടാണ് ത്രയോദശി സന്ധ്യാകാലത്തിന് പ്രദോഷം എന്ന് പറയുന്നത്. ആ സന്ധ്യയ്ക്ക് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഉണർന്ന് എഴുന്നേറ്റ മഹേശ്വരൻ പാർവതീ ദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായിട്ട് ആനന്ദ നടനം ആടി എന്നാണ് വിശ്വസിക്കുന്നത്. ആ സമയത്ത് സരസ്വതീ ദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. സകല ദേവീ ദേവന്മാരും അവിടെ സന്നിഹിതരാവുകയും ഭഗവാനെ സ്തുതിക്കുകയും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ത്രയോദശി സന്ധ്യാവേളയിൽ ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് സകല ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രയോദശി സന്ധ്യയ്ക്ക്, പ്രദോഷകാല സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? സാധാരണയായിട്ട് രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവാസമാണ്, ഒന്നും കഴിക്കില്ല. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ക്ഷേത്രത്തില് പഴങ്ങളും അതുപോലെ തന്നെ കരിക്കുമൊക്കെ ഭഗവാന് സമർപ്പിച്ചിട്ട് അത് അവിടെ നിന്നും നേദിച്ച് മേടിച്ച് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളത് ഭക്ഷിക്കും. അത് പ്രസാദമായി നമ്മൾ ഭക്ഷിക്കും. അതിനുശേഷം നമുക്ക് അരിഭക്ഷണം കഴിക്കാം. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവാസം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾ കാണും, ഗർഭിണികൾ കാണും, ജോലിക്ക് പോകുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ കാണും, ഗ്യാസിന്റെ പ്രശ്നമുള്ള ആളുകൾ കാണും. ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഉപവാസം എടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അരിഭക്ഷണം, ധാന്യഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് പഴങ്ങൾ കഴിച്ചുകൊണ്ട് രാവിലെ മുതൽ സന്ധ്യ വരെ ഇരിക്കുക. അതിനുശേഷം സന്ധ്യാസമയത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ നിന്നും നമ്മൾ നേദിച്ചു മേടിക്കുന്ന ആ കരിക്കും പഴങ്ങളുമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രദോഷം അവസാനിപ്പിക്കാവുന്നതാണ്.
ഇനി നിങ്ങൾക്ക് ആ സമയത്ത് സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിലും പോകാൻ സാധിക്കുന്നില്ല, മറ്റു തിരക്കുകളൊക്കെ ഉണ്ട്, ശിവക്ഷേത്രം അടുത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് പഴങ്ങളോ കുറച്ച് ജലമോ അല്ലെങ്കിൽ ഒരു കരിക്കോ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വിളക്ക് തെളിയിച്ച് മഹേശ്വരന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നാമജപമൊക്കെ നടത്തിയതിനു ശേഷം അത് നമുക്ക് പ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചോറുണ്ണാം. സന്ധ്യ കഴിഞ്ഞിട്ട് ദീപാരാധന പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ചോറ്, ഉള്ളി ചേർക്കാത്ത ചമ്മന്തി, മോര് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് അല്പം ചോറുണ്ണാം. ഇങ്ങനെയാണ് പ്രദോഷത്തിന്റെ ഒരു ക്രമം. പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഓം ശുക്രായ നമ എന്നുകൂടി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. ഭഗവാന് പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നത്, പാലുകൊണ്ട് ധാര ചെയ്യുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. വെള്ളപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. കൂവളത്തിലകൾ നമുക്ക് സമർപ്പിക്കാം. അക്കൂട്ടത്തിൽ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൂടി സമർപ്പിക്കുന്നത് വെള്ളിയാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ശുക്രദേവനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, വെളുത്ത നിറത്തിലുള്ള പ്രസാദങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നത്, അതായത് വെളുത്ത നിറത്തിലുള്ള പാൽപ്പായസം, അതൊക്കെ സന്ധ്യയ്ക്ക് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ചതിനു ശേഷം നമ്മുടെ ആ പ്രദോഷം അവസാനിച്ചതിനു ശേഷം നമുക്കത് പ്രസാദമായിട്ട് സ്വീകരിക്കാവുന്നതുമാണ്. പാല്, തൈര്, അതുപോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള പാൽപ്പായസം, ഇതൊക്കെ തന്നെ നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വെളുത്ത നിറത്തിലുള്ള പൂക്കൾ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഇതൊക്കെയാണ് വെള്ളിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം നമ്മൾ ചെയ്യേണ്ടത്. വെള്ളിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം നമ്മൾ പ്രദോഷം എടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദാരിദ്ര്യ ശമനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ദമ്പതികൾ രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് ഈ ദിവസം പ്രദോഷം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ സൗഖ്യം ഉണ്ടാകുമെന്നും കുടുംബ കലഹങ്ങളൊക്കെ മാറി സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുമെന്നും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നും രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. ഇതിന് ഒരു കഥയുണ്ട്. അതായത് പണ്ട് ചന്ദ്രഭഗവാൻ ദക്ഷ പ്രജാപതിയുടെ 27 പുത്രിമാരെയാണ് വിവാഹം കഴിച്ചത്. 27 നക്ഷത്രങ്ങൾ. അക്കൂട്ടത്തിൽ ചന്ദ്രന് രോഹിണിയോട് അല്പം കൂടുതൽ സ്നേഹമുണ്ടോ എന്ന ഒരു തോന്നൽ മറ്റുള്ള ഭാര്യമാർക്ക് ഉണ്ടാവുകയും അവര് തങ്ങളുടെ പിതാവായ ദക്ഷ പ്രജാപതിയോട് പരാതി പറയുകയും ചെയ്തു. അത് കേട്ടതും ദക്ഷൻ ചന്ദ്രനെ ശപിക്കുന്നു. ക്ഷയരോഗം ബാധിക്കട്ടെ എന്നാണ് ശപിച്ചത്. അതോടുകൂടി ചന്ദ്രന്റെ തിളക്കം നഷ്ടപ്പെടുകയും ചെറുതായി വരികയും ചെയ്തു. ചന്ദ്രൻ നാരദരെ കണ്ടിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം എന്ന് അപേക്ഷിക്കുന്നു. മൃത്യുഞ്ജയ രൂപത്തിൽ ശിവനെ പ്രാർത്ഥിക്കുവാനാണ് നാരദൻ പറഞ്ഞു കൊടുത്തത്. അതനുസരിച്ചിട്ട് ചന്ദ്രൻ മൃത്യുഞ്ജയ രൂപത്തിൽ ശിവനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു വെള്ളിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ഒരു ദിവസം മഹേശ്വരൻ ചന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചന്ദ്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ചന്ദ്രനെ തൻ്റെ തിരുമുടിക്കെട്ടിൽ ഒരു സ്ഥാനം നൽകി അനുഗ്രഹിച്ചു. അതുകൂടാതെ ക്ഷയിച്ചു വളരും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ക്ഷയിക്കും, പക്ഷേ പിന്നീട് വളരുകയും ചെയ്യും. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഔഷധ ചെടികൾക്കുമൊക്കെ തന്നെ ചന്ദ്രഭഗവാന്റെ സേവനം ആവശ്യമാണെന്നും അവര് ഭഗവാനെ പ്രാർത്ഥിക്കുമെന്നും അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു കഥ കൂടി ശുക്ര പ്രദോഷത്തിന്റെ ഭാഗമായിട്ട് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി പരമാവധി സമയം, ഇനി പ്രദോഷം ഒരു വ്രതമായി എടുത്തില്ലെങ്കിൽ പോലും പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കുകയും ഓം മൃത്യുഞ്ജയായ നമ എന്ന് ജപിക്കുകയും ശിവ സഹസ്രനാമം ജപിക്കുകയും ഓം ശുക്രായ നമ എന്ന് ജപിക്കുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കാം. ദേവിക്ക് നെയ്ദീപം തെളിയിക്കാം, വിളക്കു തെളിയിക്കാം. ദേവിയെ കൂടി നമ്മൾ കരുതണം. അല്ലാതെ മഹേശ്വരനെ മാത്രം
കണ്ട് പ്രാർത്ഥിച്ചു പോന്നാൽ പോരാ. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ദേവിയുടെ സാന്നിധ്യവുമുണ്ട്. പുറകുവശത്ത് ആ ഒരു വിളക്കിൽ അല്പം നെയ്യോ എണ്ണയോ ഒക്കെ മേടിച്ച് അതിൽ ഒഴിച്ച് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കുക. ഇനി ഏകാദശി എടുക്കുന്ന ആളുകൾക്ക് പ്രദോഷം എടുക്കുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഏകാദശി എടുക്കുന്ന ആളുകൾക്കും പ്രദോഷം എടുക്കാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഏകാദശിയും പ്രദോഷവും കൂടി ഒന്നിച്ചങ്ങ് പോകട്ടെ എന്ന് ചിന്തിക്കരുത്. രണ്ടും രണ്ട് അനുഷ്ഠാനങ്ങളാണ്, രണ്ട് അനുഷ്ഠാന ദേവതകളുമാണ്. അതുകൊണ്ട് തന്നെ ഏകാദശി എടുക്കുക, പിറ്റേ ദിവസം 30-ാം തീയതി കൃത്യസമയത്ത് തന്നെ നമ്മുടെ പാരണ വീടി ഏകാദശി മഹാവിഷ്ണുവിന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണം. അതിനുശേഷം തീർത്ഥം സേവിച്ച് നമ്മൾ അവസാനിപ്പിച്ചതിനു ശേഷം പിന്നീട് നമഃശിവായ മന്ത്രം ജപിച്ച് ഭഗവാനോട്, മഹേശ്വരനോട് പറയുക, ഭഗവാനെ, ഇന്ന് അവിടുത്തെ കൃപയാൽ ഞാനിന്ന് പ്രദോഷം എടുക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ രാവിലെ ഒരു 6:30 മണിക്കാണ് നമ്മൾ, അതായത് 30-ാം തീയതി ഒരു 6:30 മണിക്കാണ് നമ്മൾ തീർത്ഥം സേവിച്ച് നമ്മുടെ ഏകാദശി ഭഗവാന് സമർപ്പിക്കുന്നതെങ്കിൽ സമർപ്പിച്ചതിനു ശേഷം പിന്നീട് നമഃശിവായ മന്ത്രം ജപിക്കുകയും പ്രദോഷത്തിലേക്ക് കടക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ രണ്ടും കൂടി ഒന്നിച്ച് ആകരുത്. കാരണം രണ്ടും രണ്ട് അനുഷ്ഠാനങ്ങളാണ്, രണ്ട് ദേവതകളാണ്. അതുകൂടാതെ വരാഹദേവനും അന്നേ ദിവസം നമുക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം. കാരണം അന്ന് വരാഹ മഹാദ്വാദശിയാണ്, വരാഹ ജയന്തിയാണ്. അവിടെയും ഏകാദശി മഹാവിഷ്ണുവിന് സമർപ്പിക്കണം. സമർപ്പിച്ചതിനു ശേഷം പിന്നീട് വരാഹദേവനോട്, വരാഹമൂർത്തിയോട് നമ്മൾ പറയുക, ഭഗവാനെ, ഇനി ഞാൻ അവിടുത്തെ ആ ഒരു വ്രതത്തിലേക്ക് പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനുശേഷമാണ് നമ്മൾ പിന്നീടുള്ള അടുത്ത വ്രതത്തിലേക്ക് കടക്കേണ്ടത്. ഇക്കാര്യങ്ങളൊക്കെയാണ് പൊതുവായി ശ്രദ്ധിക്കാനുള്ളത്. പരമാവധി സമയം നാമം ജപിക്കുക. അന്നേ ദിവസം ഇനി വ്രതമായിട്ടൊന്നും ആരും എടുക്കുന്നില്ലെങ്കിലും കഴിയുന്നതും നോൺ വെജ് ഉപേക്ഷിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ശ്രേഷ്ഠം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.